കൊളസ്ട്രോൾ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ചില ആഹാര സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ ശരീരത്തിൽ ബൈല് എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോളിൽ നിന്നാണ് ശരീരം ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഡൈജഷന് ഈ ബൈല് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഈ ഡൈജഷന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ആ ബൈലിൽ ഒരു 70-80% നമ്മളുടെ ശരീരം വീണ്ടും ഉപയോഗിക്കും, റീഅബ്സോർബ് ചെയ്യപ്പെടും പുതിയതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയ ആഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം പച്ചക്കറിയിൽ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഇലക്കറികൾ, ചീര, മുരിങ്ങയില പോലുള്ള സാധനങ്ങൾ, അതല്ലെങ്കിൽ മില്ലറ്റ്സ് ആയിട്ടുള്ള നമ്മളുടെ റാഗി, തിന പോലുള്ള സാധനങ്ങൾ, ചാമ പോലുള്ളത്, അല്ലെങ്കിൽ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും തവിടോട് കൂടിയ അവസ്ഥയിൽ കഴിക്കുന്നു. അപ്പൊ ഈ നാരുകൾ, ഈ സോലുബിൾ ഫൈബർ ഈ ബൈലിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആ ബൈല് മലത്തിലൂടെ പുറത്തേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പൊ ശരീരത്തിന് പുതിയതായിട്ട് ബൈല് ഉൽപ്പാദിപ്പിക്കപ്പെടണം, കാരണം ഇത് റീഅബ്സോർബ് ചെയ്യുന്നില്ല, മലത്തിലൂടെ ഈ ഫൈബറിനോടൊപ്പം കൂടിച്ചേർന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ ഈ ബൈല് പുതിയതായിട്ട് ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. അപ്പൊ ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോൾ കുറയുന്നതിന് സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ആഹാരത്തിലൂടെ കിട്ടുന്ന കൊളസ്ട്രോൾ ഉണ്ട്. ഇപ്പൊ മുട്ട, ഇറച്ചി, മീൻ അതുപോലുള്ള സാധനങ്ങളിൽ ചെറിയ രീതിയിൽ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചക്കറികൾ, നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ മത്സ്യമാംസാദികളിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോള് നമ്മളുടെ വയറിലെത്തി അതിനോടൊപ്പം കഴിക്കുന്ന പച്ചക്കറിയിൽ നിന്നുള്ള ഫൈബറുമായിട്ട് കൂടിച്ചേർന്ന് അത് മലത്തിലൂടെ പുറത്തേക്ക് പോകും. അത് വയറിൽ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടില്ല കാര്യമായിട്ട്. മനസ്സിലായില്ല? അപ്പൊ ഈ രണ്ട് രീതിയിലും ഇത് എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതിനു വേണ്ടി കഴിക്കേണ്ട ആഹാരങ്ങൾ ഞാൻ പറഞ്ഞ കൂടുതൽ നാരുകൾ അടങ്ങിയ ആഹാരം, വാഴപ്പിണ്ടി, അതുപോലെ തന്നെ ഇലക്കറികള്, മില്ലറ്റ്സ്, ഇതുപോലുള്ള സാധനങ്ങൾ, മുഴുധാന്യങ്ങൾ, തവിടോട് കൂടിയ ധാന്യങ്ങൾ, ഇതൊക്കെയാണ് വളരെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആഹാര രീതിയാണ്. പലപ്പോഴും കൊളസ്ട്രോളിന് ചില മരുന്നുകളും ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അതിനോടൊപ്പം ഈ രീതിയിലുള്ള ആഹാര രീതിയും വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ കൊളസ്ട്രോളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.